നാർസിസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നോക്കുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴും പലപ്പോഴും ഏറ്റവും ആദ്യം നമ്മളുടെ കണ്ണിൽ ഉടക്കി നിൽക്കുന്നത് താൻ വലിയ സംഭവമാണ് എന്നുള്ളവരുടെ ഗ്രാൻഡ്യൂസിറ്റി എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഗ്രാൻഡ്യൂസിറ്റി തന്നെയാണ് അവരുടെ ഉള്ളിലെ പല പ്രശ്നങ്ങളിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതും. ഈ ഒരു ഗ്രാൻഡ്യൂസ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ടാണ് അവർക്കവിടെ മറ്റ് സിവിയർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലേക്കോ അല്ലെങ്കിൽ വലിയ ഡിസ്റെഗുലേഷനിലേക്കോ പോകാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് സത്യം. എങ്ങനെയാണ് ആ ഒരു ഗ്രാൻഡ്യൂസ് ആയിട്ടുള്ള ആ ഒരു സെൽഫ് ഇമേജ് എന്നുള്ളത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു നമ്മൾ മുൻപൊരു വീഡിയോയിൽ നമ്മൾ സ്പ്ലിറ്റിങ്ങിനെ പറ്റി സംസാരിച്ചിരുന്നു. ആ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളതിലേക്ക് പോകുന്നത് വഴി എങ്ങനെയാണ് അവർക്കവിടെ ഈ ഒരു സെൽഫ് ഇമേജ് കൊണ്ടുവരാനും താൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ മിടുക്കിയായിട്ടുള്ള ഒരാളാണ് എന്ന് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാം ഈ ഒരു വീഡിയോയിലൂടെ. എല്ലാവർക്കും സീൻ ആൻഡ് ഹെർട്ട് ക്ലിനിക്കിലേക്ക് സ്വാഗതം. ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മളുടെ റിലേഷൻഷിപ്സിനെ എല്ലാം അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ ബാധിക്കുന്നു, നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അത്ര തന്നെ ധാരണയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെപ്പോഴും പറയുമല്ലേ. സോ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നമുക്കൊരു അവയർനെസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമുക്ക് സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അധികം കോൺസ്റ്റൻ്റ് ആയിട്ട് ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ട് കാണുന്നൊരു കാര്യമാണ് അവരുടെ ഉള്ളിലെ ഗ്രാൻഡ്യൂസിറ്റി എന്നുള്ളതല്ലേ. ഞാൻ വളരെ നല്ലൊരു സംഭവമാണ്, ഞാൻ ഭയങ്കര ഒരു സംഭവമാണെന്നുള്ള അവരുടെ ഒരു ഗ്രാൻഡ്യൂസ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് എന്നുള്ളതാണ് നാർസിസത്തിൻ്റെ ഏറ്റവും കോറിൽ നിൽക്കുന്ന ഘടകങ്ങളിൽ ഒന്ന്. അത് എങ്ങനെയാണ് രൂപപ്പെട്ട് വരുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് ആഴത്തിലേക്ക് ചെല്ലുകയാണെങ്കിലാണ് പലപ്പോഴും നമുക്ക് നാർസിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ആഴവും എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടുക. ഇതേപോലെ നമ്മൾ എൻടൈറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ എൻടൈറ്റിൽമെൻറ്റ് എന്നുള്ളതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ് എൻടൈറ്റിൽമെൻറ്റ് എന്നുള്ളതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാനായിട്ട് മറക്കരുത്. നമുക്ക് അപ്പോൾ ഗ്രാൻഡ്യൂസിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ പലപ്പോഴും രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിലേക്ക് വരേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മൾ മുൻപ് നാർസിസത്തിനകത്ത് കാണുന്ന സ്പ്ലിറ്റിംഗ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളത് പറയുമ്പോൾ രണ്ടായിട്ട് കാണുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ രണ്ടായിട്ട് കാണുക എന്ന് പറയുമ്പോൾ ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യവും എന്നാൽ വളരെ പെർസിക്യൂട്ടറിയായി മോശമായി കണക്കാക്കുന്ന അല്ലെങ്കിൽ വളരെ ബാഡായിട്ട് കണക്കാക്കുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തത്. ഹെൽത്തിയർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി സ്ട്രക്ചറുകളിലേക്ക് വരുമ്പോൾ ഇതിനെ രണ്ടിനെയും നമുക്ക് ഹെൽത്തിയർ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് നമ്മളെ പറ്റി തന്നെ മറ്റുള്ളവരെ പറ്റി തന്നെ വളരെ ഹെൽത്തിയർ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ നാർസിസത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉള്ളൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുന്നതിന് പകരം അവിടെ പെത്തോളജിക്കലായിട്ടുള്ള വളരെ ഗ്രാൻഡ്യോസ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമേജാണ് അതുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു സെൽഫ് ഇമേജ് എന്നുള്ളതാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും. ഈ ഒരു സെൽഫ് ഇമേജ് ഉണ്ടായി വരുന്നത് കൊണ്ടാണ് വളരെ പെത്തോളജിക്കലായിട്ടുള്ള ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ആ സെൽഫ് ഇമേജ് വരുന്നത് കൊണ്ടാണ് അവിടെ അത് നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് അത്രയും ബുദ്ധിമുട്ടും വരുന്നത്. സോ എങ്ങനെയാണ് ഈ പെത്തോളജിക്കലായിട്ടുള്ള ആ ഒരു സെൽഫ് ഇമേജ് വരുന്നത്? അവരെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിഫെൻസാണ്. ഈ ഒരു പെത്തോളജിക്കലായിട്ടുള്ള ഈ ഒരു സെൽഫ് ഇമേജാണ്, ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ഈ ഒരു സെൽഫ് ഇമേജാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. അവരുടെ ഉള്ളിൽ തന്നെ അവർ വളരെ വർത്ത്ലെസ് ആണ് എന്നൊക്കെയുള്ള വളരെ ബാഡായിട്ടുള്ള തോന്നലുകളിലേക്ക് പോകാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ദേ സംഹൗ മാനേജ്ഡ്. അവരുടെ ചെറുപ്പത്തിലെ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവർ മാനേജ് ചെയ്തെടുത്തൊരു കാര്യമാണ് ഈ ഒരു സെൽഫ് ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്, ഈ ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള സെൽഫ് ഇമേജ് എന്നുള്ളത്. സോ എന്താണ് ഈ ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ഈ ഒരു സെൽഫ് ഇമേജിൻ്റെ ഒരു കമ്പോണൻസ് എന്തൊക്കെയാണ്?
ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ്, സെൽഫിലുള്ള കാര്യങ്ങളെ വളരെ ഐഡിയലായിട്ട് കാണുകയാണ്. എൻ്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഐഡിയലായിട്ട്, ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെയൊക്കെ മതി എന്നുള്ള പോലെയല്ല, അല്ലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ നാച്ചുറലാണ് എന്നുള്ളൊരു മനോഭാവമല്ല ഐഡിയലായി കാണുക എന്ന് പറഞ്ഞാൽ. സംഭവം ഇത് വളരെ സൂപ്പറായിട്ടുള്ള, വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന, വളരെയധികം കയ്യടി അർഹിക്കുന്ന, വളരെ എന്താ പറയുക, വളരെ പ്രഷ്യസ് ആയിട്ട് കാണേണ്ടുന്ന, അല്ലെങ്കിൽ വളരെയധികം അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്നതിനെയാണ് ഐഡിയലായിട്ട് കാണുക എന്ന് പറയുന്നത്. സോ സ്പ്ലിറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു ആ ഓൾ ഓർ നത്തിങ് എന്നുള്ളതിനകത്ത്, ഓളിനകത്ത് ആ ഒരു ഐഡിയലൈസേഷൻ ഉണ്ട് എന്നുള്ളത്. സോ ഇവിടെ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളെ വളരെ ഐഡിയലായിട്ട് കാണുന്നു എന്നുള്ളതാണ് ആ ഗ്രാൻഡിയോസ് ആയിട്ടുള്ള സെൽഫ് ഇമേജിൻ്റെ ആദ്യത്തെ കമ്പോണൻറ്റ്. ഉദാഹരണത്തിന് എൻ്റെ സൗന്ദര്യമാവാം, അല്ലെങ്കിൽ എൻ്റെ കഴിവുകളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കാര്യപ്രാപ്തിയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിശക്തിയായിരിക്കാം എന്നുള്ളതിനെയെല്ലാം വളരെ ഐഡിയലായി കാണുന്നു എന്നുള്ളതാണ് ആദ്യത്തെ. അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ സ്റ്റാറ്റസ് ആയിരിക്കാം, എൻ്റെ പാരൻസിൻ്റെ ഇടപെടലുകളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ കഴിവുകളായിരിക്കാം, അല്ലെങ്കിൽ അവർക്കുള്ള സമ്പത്തായിരിക്കാം, സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം, എന്തൊക്കെ തന്നെയാണെങ്കിലും തന്നിൽ തന്നെയുള്ള സെൽഫ് എന്നുള്ള രീതിയിൽ അവർ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളെ വളരെ ഐഡിയലായി കാണുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്നുള്ളത് മറ്റുള്ളവരിൽ കാണുന്ന ഐഡിയലായിട്ടുള്ള കാര്യങ്ങളെ താൻ എങ്ങനെയോ തൻ്റെ സെൽഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ധാരണയാണ്. മറ്റുള്ളവരിൽ വളരെ ഐഡിയലായി കാണുന്ന ചില കാര്യങ്ങൾ അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ അതില്ലല്ലോ എന്നുള്ളൊരു ത്രെട്ടായിട്ട് വന്നേക്കാം അല്ലേ. അങ്ങനെ വരുമ്പോൾ അതിനെ അവർക്ക് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലേ, അത് നമ്മളുടെ ഉള്ളിൽ ഷെയിമോ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഞാൻ വർത്ത്ലെസ് ആണെന്നൊക്കെയുള്ള തോന്നലോ ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള സെൽഫ് ഇമേജ് ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മറ്റൊരാളിൽ കാണുന്ന നല്ലതായിട്ടുള്ള കാര്യങ്ങളെ തന്നിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് തന്നിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്, തൻ്റെ സെൽഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മറ്റുള്ളവരിലെ നല്ല കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ കാണുന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. എങ്ങനെയാണത് പ്രസക്തമാവുന്നത് എങ്ങനെയാണ്? ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ മുൻപിലുള്ള വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഈ വ്യക്തിക്ക് ഇന്ന നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ ഉള്ളിലെ നല്ലതുകൊണ്ടാണ് അയാൾക്കത് കിട്ടിയത് എന്നുള്ളതുപോലെ വ്യാഖ്യാനിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണ്, അത് എന്നിലേക്കാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. അതായത് മുൻപിലുള്ള ഒരാളുടെ ഞാൻ നല്ലതായി കാണുന്ന കാര്യങ്ങളെ ഞാൻ സംഭവം അത് എൻ്റെ ഒരു എക്സ്റ്റൻഷനായി തന്നെ ഞാനുമായി തന്നെ കണക്ട് ചെയ്ത് അത് എന്നിലേക്ക് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് എൻ്റെ തന്നെ നല്ല കാര്യമായിട്ട്, എൻ്റെ തന്നെ ഐഡിയൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആ രീതിയിലാണ് രണ്ടാമതായിട്ട് മറ്റുള്ളവരിലെ ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ അത് എൻ്റെ തന്നെ ഐഡിയൽ ആയിട്ടുള്ള, എൻ്റെ തന്നെ പാത്തോളജിക്കലി ഗ്രാൻഡിയോസ് ആയിട്ടുള്ള സെൽഫ് ഇമേജിലേക്ക് മാറ്റുന്നത്. മൂന്നാമത്തെ കമ്പോണൻ്റാണ് എനിക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ആസ്പിരേഷൻസ് എന്നുള്ളത്. ഞാൻ എന്തെല്ലാം ആഗ്രഹിക്കുന്നു, ഞാൻ എന്തെല്ലാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, ആ ആസ്പിരേഷൻസിനെ ഞാൻ സംഭവം അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നതിനെയാണ് മൂന്നാമതായിട്ട് ആ ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള സെൽഫ് ഇമേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് എനിക്ക് ഇന്നൊരു ആസ്പിറേഷൻ ഉണ്ട്, ആ ആസ്പിറേഷൻ ഉണ്ട് എന്ന് പറയുന്നതോടുകൂടി അത് എന്തോ ഞാനത് നേടിയെടുത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ഞാൻ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്കത് ഓൾറെഡി കിട്ടി എന്നുള്ള രീതിയിൽ കാണുന്നതിനെയാണ് ആ ഒരു ഈ മൂന്നാമതായി അത് ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു 3 രീതികളിലായി ഞാൻ വളരെ ഐഡിയലായി കാണുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നോ, അല്ലെങ്കിൽ എന്നിലേക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നോ, എൻ്റെ തന്നെ ഭാഗമായി ഈ ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നോ വിശ്വസിക്കുന്നതിലൂടെയാണ് നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ ആ ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് എന്നുള്ളതിലേക്ക് വരുന്നത്. ഇനി വളരെ ഐഡിയലായി ഞാൻ മറ്റൊരാളിൽ കാണുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നിലേക്ക് എനിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലോ, ഉടനടി അവർ എൻ്റെ എനിമീസാണ്, എൻ്റെ ഒപ്പോണൻസാണ്, അവർ എൻ്റെ ആരുമല്ല എന്നുള്ള രീതിയിൽ അവരെ ഡീവാല്യൂ ചെയ്യുകയും അവരെ ഡിനൈ ചെയ്യുക എന്നുള്ളതിലേക്കുമാണ് പോകുന്നത്. അതായത് വേറെ ഒരാളിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന എന്തെങ്കിലും കാണുകയാണെങ്കിൽ
അത് എന്നിലേക്ക് സംഭവം ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഉടനടി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, എനിമീസാണ്, ഒപ്പോണൻസ് ആണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കാണുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെയാണ് ആ ഡീവാല്യൂയിങ് എന്നുള്ളതിലേക്ക് വരുന്നത്. അപ്പോൾ പത്തോളജിക്കലി ഈ ഒരു സ്പേസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ തന്നെ വളരെ ഐഡിയലായി കാണുകയും മറ്റുള്ള ആളുകളെ വളരെയധികം ഡിവാല്യൂ ചെയ്തുകൊണ്ട് കാണുകയും ചെയ്യുക എന്നുള്ള ആ ഒരു സ്പ്ലിറ്റിംഗ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ മുൻപിലുള്ള ആളുകൾക്ക് നമുക്ക് എല്ലാവർക്കും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളിലേക്ക് വരുമ്പോൾ എനിക്ക് അവിടെ നമുക്ക് പരസ്പരം, നമ്മൾ ഹ്യൂമൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം നീഡുകളുണ്ട്. നമുക്ക് മറ്റുള്ളവരിൽ നിന്നാണ് നമ്മൾ സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ആ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നീഡുമാണല്ലേ. സോ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതിലേക്ക് വരുമ്പോൾ നീഡിങ് സമ്മൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഹൗ ദേ ആർ സുപ്പീരിയർ എന്നാണ് നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കണ്ണിൽ കാണുന്നത്. സോ നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി വേറൊരാളെ നീഡ് ചെയ്യുന്നു, ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ ഇൻഫീരിയർ ആയതുകൊണ്ടാണെന്നും അവർ സുപ്പീരിയർ ആണ് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് അവർ ധരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അതിനെ ഒഴിവാക്കാൻ ഞാൻ എന്ത് വേണം? ഞാൻ സുപ്പീരിയർ ആണെന്നും മുൻപിലുള്ള ആൾ ഇൻഫീരിയർ ആണെന്നും വരണം. എന്നാലാണ് എൻ്റെ ഐഡിയൽ ആയിട്ടുള്ള, എൻ്റെ ഗ്രാൻഡിയോസ് ആയിട്ടുള്ള പെത്തോളജിക്കൽ ആയിട്ടുള്ള സെൽഫ് ഇമേജ് എനിക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് മുൻപിലുള്ള ഒരാളെ ഡിവാല്യൂ ചെയ്യുക എന്നും എനിക്ക് അയാളെ ആവശ്യമുണ്ട്, എനിക്ക് അയാളെ നീഡ് ചെയ്യുന്നു എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുക എന്നുള്ളതുമാണ് നർസിസ്റ്റിക് ആയിട്ടുള്ള ആളുടെ മനസ്സ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ വേൾഡ് ഉണ്ട് എന്നും എക്സ്റ്റേണൽ ആയിട്ടുള്ള വേൾഡ് എന്നുള്ളത് വർത്ത്ലെസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് എന്നുമാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സ് ചിന്തിക്കുന്നത്. സോ എൻ്റേതായിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങളെല്ലാം ഐഡിയൽ ആണെന്നും എൻ്റേതല്ലാത്തതെല്ലാം വളരെ ഡിവാല്യൂ ചെയ്യപ്പെടേണ്ടുന്ന വർത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുമാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. സോ പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവരുടെ ഉള്ളിലെ ഐഡിയൽ വേൾഡിൻ്റെ ഒരു പാർട്ടായി നമ്മൾ നിന്നാൽ മാത്രമാണ് നമുക്ക് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പുറത്തേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്പോണൻസ് ആണ്, നമ്മളവിടെ അവരുടെ എനിമീസാണ്, അല്ലെങ്കിൽ വർത്ത്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളുമായിട്ട് പിന്നെ നമ്മളവിടെ വളരെ വർത്ത്ലെസ് ആണ് എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് റിജക്ഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഈ ഒരു കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം പലപ്പോഴും നമ്മളവിടെ ആ ഐഡിയൽ വേൾഡിൻ്റെ ഭാഗമായിട്ട് നിന്നാൽ മാത്രമാണ്, അങ്ങനെയാണ് അവർക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഒക്കെയാണ് നമുക്ക് ആ ഒരു ഇന്നർ വേൾഡിൻ്റെ പാർട്ടായിട്ട് നമുക്ക് നിൽക്കാനും സാധിക്കുകയുള്ളൂ. റിയൽ ആയിട്ടുള്ള വൾണറബിലിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു റിയൽ ഡിപ്പെൻഡൻസി എന്നുള്ളതിലേക്ക് അവർക്ക് കേപ്പബിൾ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത് അവരുമായിട്ടുള്ളത് ഇത്രയധികം ഡിഫിക്കൽട്ടിയിലേക്ക് പോകുന്നതും. അങ്ങനെ വരുമ്പോൾ പക്ഷെ പലപ്പോഴും ആ റിലേഷൻഷിപ്പിനകത്ത് അത് ഫാമിലിയിൽ നിന്നുള്ള റിലേഷൻഷിപ്സ് ആവാം, പാർട്ട്നേഴ്സ് ആയിട്ടുള്ളതായിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, എന്ത് റിലേഷൻഷിപ്പുകളിലാണെങ്കിലും നമുക്കൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു വൾണറബിലിറ്റിയും ആ ഒരു അറ്റാച്ച്മെൻറ്റ് നീഡും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനകത്ത് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോഴാണ് നമുക്ക് ആ ഒരു കൊടുക്കൽ വാങ്ങലുകളിലൂടെയും നമുക്ക് ആ മ്യൂച്വാലിറ്റിയിലൂടെയെല്ലാം ആ റിലേഷൻഷിപ്പ് പോസിബിൾ ആവുള്ളൂ. എന്നാൽ ഇവിടെ ഇങ്ങനെയുള്ള പല നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ആ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ പുറമേ ഉള്ള ലോകത്തിന് കാണാനായിട്ട് സാധിക്കണം എന്നില്ല. പലപ്പോഴും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സെൽഫിൽ വരുന്ന ഒരു ഡിസ്റെഗുലേഷൻ എന്നുള്ളത് ഈ ഒരു പെത്തോളജിക്കലി ഇങ്ങനെയുള്ള ഒരു സെൽഫിൻ്റെ പ്രസൻസിലൂടെ അവർ ഡിസ്റെഗുലേഷൻ ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ പുറമേക്ക് കാണപ്പെടുമ്പോൾ വലിയ പ്രശ്നമുള്ള ആൾക്കാരായിട്ട് ആർക്കും തോന്നുകയുമില്ല. കാരണം എന്താണ്? പുറമേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫ് തന്നെയാണ് അവർക്കുള്ളത് എന്നാണ് പുറമേയുള്ള ആൾക്കാർ ചിന്തിക്കുക അല്ലേ. കാരണം അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, അവരവിടെ വളരെയധികം ഡിസ്റെഗുലേറ്റഡ് ആവുന്നില്ല, ഇമോഷണലി അപ്സെറ്റ് ആവുന്നില്ല, വളരെയധികം പ്രശ്നങ്ങൾ കാണിക്കുന്നില്ല, അവിടെ മറ്റുള്ള ആളുകളുമായിട്ട് അവർക്ക് വളരെ കോഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവശ്യത്തിന് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ആ ഒരു ഫസാഡ് അവർക്ക് നിലനിർത്താൻ പറ്റുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ ഉള്ളിൽ നടക്കുന്ന ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസ് പലപ്പോഴും തിരിച്ചറിയാനും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ അവരുടെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് എന്ന് ഇരിക്കട്ടെ, അവർ ഉന്നയിക്കുന്ന വാദങ്ങളാണെന്നുണ്ടെങ്കിൽ തന്നെയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും അവർ ഈ ഐഡിയലായിട്ട് അവരുടെ ഉള്ളിൽ പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്കത് പലപ്പോഴും അത് ശരിയാണല്ലോ എന്ന് തോന്നുകയും ചെയ്യും. അതിൻ്റെ റീസൺ ഈ രീതിയിൽ നമ്മളതിനെ കാണാത്തത് കൊണ്ടാണ്.
അതുകൊണ്ടാണ് നാർസിസത്തിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളിലൂടെ അവരെ നോക്കിക്കാണുമ്പോൾ ആ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അവിടെ ഇവർക്ക് അക്കൗണ്ടബിലിറ്റി എടുക്കുന്നില്ല, അവരവിടെ വൾണറബിലിറ്റി കാണിക്കുന്നില്ല, അവരവിടെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുകയാണ്. അവർക്ക് എൻ്റെ ഉള്ളിൽ ഡിസ്കംഫർട്ട് വരുന്നത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നെ അത് ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും അവർ സെൽഫ് സെൻറ്റേർഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് ഇറങ്ങി വരാൻ അവർ തയ്യാറാവുന്നില്ല. ഇനി അവർ അത്യധികം കോർണർ ചെയ്യപ്പെടുകയും അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരെ എനേബിൾ ചെയ്യപ്പെടാതിരിക്കുകയും എല്ലാം ചെയ്യുന്ന സമയത്ത് അവരവിടെ ആ ഒരു റേഞ്ചിലേക്കും ഡിസ്റെഗുലേഷനിലേക്കും എല്ലാം പോകുന്നുണ്ട് എന്നുള്ളത് പലതും നമുക്ക് ഏറ്റവും അടുത്തുള്ള റിലേഷൻസിനായിരിക്കും അറിയുന്നുണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിയാതിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ പുറമേക്കുള്ള ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഈസിയാണ്. ഈ ഒരു രീതിയിൽ എന്നാൽ അതിൻ്റെ ഒരു ഡിസ്റെഗുലേഷൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചാണ് പലപ്പോഴും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള നേച്ചറിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനും അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മളുടെ അവിടെ സമൂഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരാളെ കാണുമ്പോൾ സമൂഹവും ഒരാളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്, അയാളുടെ റിലേഷൻഷിപ്പ് സ്കില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്നുമല്ല സമൂഹം ഒരാളെ വിലയിരുത്തുന്നതല്ലേ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കല്യാണം ആലോചിക്കുകയാണെന്നുണ്ടെങ്കിലും കുടുംബ മഹിമയോ അവർക്ക് ബേസിക്കായിട്ട് കാര്യങ്ങൾ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതോ അല്ലെങ്കിൽ അവർക്കവിടെ ഒരു ജീവിത നിലവാരം കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോയെന്നോ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഡിസ്റെഗുലേഷൻസ് എല്ലാം തന്നെ അവരുടെ ഈ ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള സെൽഫ് കൊണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നുമില്ല. ഇങ്ങനെ വരുമ്പോൾ അത് വളരെ ഡിഫിക്കൾട്ടാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ. ഈ കണ്ണിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് ഓക്കെ ഇങ്ങനെയുള്ളൊരു പ്രസൻസിൽ മാത്രമാണ് അവർ നിലനിൽക്കുന്നതെന്നോ അല്ലാത്ത കാര്യങ്ങളിലെല്ലാം തന്നെ അവരുടെ ശരിക്കും അവരുടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, നിങ്ങൾക്ക് എന്താണ് അതിനകത്തുനിന്നൊരു ക്ലാരിറ്റി കിട്ടിയത് കമൻറ്റിൽ രേഖപ്പെടുത്താമോ? ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.